പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിലെ ഗ്രാമസഭയാണ് ഇന്ന് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അഭിനന്ദിക്കുന്ന ചടങ്ങ് കൂടെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഈ ഗ്രാമസഭയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ഹരികുമാർ സാറിനെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട നമ്മുടെ മെമ്പർ ശ്രീ പ്രമോദ് ചാക്കാലെ നമ്മുടെ ഈ ഗ്രാമസഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ ഗ്രാമസഭയിലേക്ക് സ്വാഗതം ചെയ്തു. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് നമ്മുടെ ഗ്രാമസഭയുടെ നന്ദി ഒന്നും കൂടെ ഒന്ന് രേഖപ്പെടുത്തണമെന്ന് പറയും. ഉദ്ഘാടനം ചെയ്യാനെത്തിയ നിബു വന്നില്ല. അദ്ദേഹത്തെ ഈ ഗ്രാമസഭയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ആശംസ അറിയിക്കാൻ വന്ന നമ്മുടെ സാബു പുതുപ്പറമ്പിൽ മെമ്പറിനെ സ്വാഗതം ചെയ്യുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശാന്തമ്മ തോമസിനെ ഈ ഗ്രാമസഭയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ആശംസ അറിയിക്കാൻ വേണ്ടി വന്ന ജിനു വി കുമാർ വന്നിട്ടില്ല. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആശംസ അറിയിക്കാൻ വന്ന അനിൽ കെ പോൾ റിട്ടയർ ബാങ്ക് മാനേജർ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ആശംസ അറിയിക്കാൻ വന്ന ശ്രീ ഗോപി കരോട്ടിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മെമ്പറെ കുറിച്ച് പറയുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് 5 കൊല്ലം മുമ്പ് വളരെ നിർബന്ധിച്ച് നമ്മൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ നിർത്തുകയും അദ്ദേഹം നിൽക്കാൻ തയ്യാറായില്ലായിരുന്നു. നിന്ന് ജയിച്ചിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി യാതൊരുവിധ പ്രതിഫലവും മേടിക്കാതെ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ഈ വാർഡിന് വേണ്ടി പ്രവർത്തിച്ച ഇദ്ദേഹത്തിന്റെ അവസാനത്തെ ഗ്രാമസഭയാണ്. അപ്പം അദ്ദേഹത്തിന് ഇനിയും പൊതുരംഗത്ത് നിൽക്കണം, അത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്, അതിന് അദ്ദേഹം തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ ഗ്രാമസഭയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും ബഹുമാനായ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതുപ്പള്ളി ഡിവിഷൻ മെമ്പറുമായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സാബു പുതുപ്പറമ്പിൽ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രിയങ്കരിയായ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ, ഞങ്ങളെല്ലാവരും ശാന്തമ്മ ആൻറ്റി എന്ന് വിളിക്കും, പ്രിയപ്പെട്ട ശാന്തമ്മ തോമസ് അവറുകള്, ഈ വാർഡിലെ എപ്പോഴും എൻ്റെ ഒരു മാർഗനിർദ്ദേശിയായി എന്നോടൊപ്പം പ്രവർത്തിച്ച നമുക്കെല്ലാവർക്കും അറിയാം, ഗ്രാമീണ ബാങ്കിൽ നിന്നും സീനിയർ മാനേജറായി റിട്ടയർ ചെയ്ത ശ്രീമാൻ അനിൽ കെ പോള്, ഇത്രയും പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് ഇവിടെ സ്വാഗതം ആശംസിച്ച ഹരിസാറ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഈ SNDP യോഗത്തിൻ്റെ മുൻ സെക്രട്ടറി ഒക്കെ ആയ നമ്മുടെ CA ഗോവിച്ചേട്ടനെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇന്ന് ഇത്രയും നമ്മുടെ അഭിമാനമായ, നമ്മുടെ ഈ വാർഡിന്റെ അഭിമാനമായ കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കള്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷമായി എന്നോടൊപ്പം ഈ വാർഡിലെ സകല കാര്യങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഉണ്ടായിരുന്ന ബഹുമാന്യരായ ആശാ വർക്കർമാര്, അതുപോലെ തന്നെ നമ്മുടെ ഹരിത കർമ്മസേന അംഗങ്ങള്, എത്രയും പ്രിയപ്പെട്ട നമ്മുടെ ഈ വാർഡിലെ ഏറ്റവും മികച്ച കർഷകനായ ബഹുമാനപ്പെട്ട സരി കോട്ടപ്പറമ്പില്, ക്ഷീരകർഷകയായ നമ്മുടെ ഗിരിജ മലക്കുന്നത്തില്, ഇന്ന് ഇവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അവരുടെ പേരുകൾ ആദ്യമേ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എത്രയും പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹമാണ്. വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത്. നമുക്കറിയാം, ഈ ഗ്രാമസഭ കഴിഞ്ഞ ജൂൺ മാസങ്ങളിൽ, മെയ് മാസങ്ങളിലായിട്ട് നമ്മുടെ ഈ നാട്ടിലെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ നിരവധി കുട്ടികൾ ഉന്നത മാർക്കോടുകൂടി പാസ്സാകുകയുണ്ടായി. ഈ നാട്ടിൽ അവരെയൊക്കെ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ അവർക്കുള്ള ഗവൺമെന്റ് അവാർഡുകൾ വിതരണം ചെയ്യുന്നത്.
അവർക്ക് ഇതിലൊക്കെ വലിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും എല്ലാവരുടെയും കൂടിയുള്ള ഈ പ്രചോദനവും അവരുടെ അംഗീകാരവും അവർക്ക് വലിയ പ്രചോദനമാവും. അവരുടെ ജീവിതത്തിൽ അതൊരു അനുഭവമായി മാറും. അവരോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ നാളെയുടെ ഭാവി പൗരന്മാരായി വാഗ്ദാനങ്ങളായ കുട്ടികൾ, നമ്മളെപ്പോഴും നിങ്ങൾ നിരവധി പ്രതിസന്ധികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലേക്കാണ്. അപ്പോൾ ഏറ്റവും കഴിവുള്ളവര് അവർ ജോലികൾ കരസ്ഥമാക്കും, കഴിവ് കുറഞ്ഞവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എപ്പോഴും പ്രതിസന്ധികളിൽ പ്രത്യാശയോടുകൂടെ നീങ്ങുവാനുള്ള ഒരു ആത്മധൈര്യം ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിൽ നിങ്ങൾക്കുണ്ടാവും. ബഹുമാനായ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്, മുൻപിൽ കസാരയുണ്ട്, കയറി വന്നിരിക്കണം. അവാർഡിന് അർഹരായിരിക്കുന്ന കുട്ടികൾ മുന്നോട്ട് വന്ന് കടന്നിരിക്കണം. ഈ ഗ്രാമസഭയുടെ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ 2020-25 വർഷമാണ് ഒരു പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭരണ കാലഘട്ടം. ആ കാലഘട്ടത്തിലെ ഏകദേശം ലാസ്റ്റ് ഗ്രാമസഭയാണിത്. ഈ ഗ്രാമസഭയിൽ വന്ന മുഴുവൻ എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഒരു പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റത് ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ കൂടിയായിരുന്നു. കോവിഡ് മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. അതിനുശേഷം നിരവധി പ്രളയങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇതെല്ലാം ഇവിടെ ഈ പ്രതിസന്ധിയുടെ കാലങ്ങളിലെല്ലാം വളരെയധികം ആത്മധൈര്യത്തോടെ മുന്നിൽ നിന്ന് ഞങ്ങൾക്ക് നയിക്കുവാൻ ധരിച്ചത് ഈ നാട്ടിലെ മുഴുവൻ, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ മതസ്ഥാപനങ്ങള്, സന്നദ്ധ സംഘടനകളെ, അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളിലേക്ക് സഹായത്തോടെ എന്നുള്ളതാണ്. അവരെല്ലാം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം 43,000 പൊതിച്ചോറുകളാണ് നമ്മൾ ഈ പുതുപ്പള്ളി പഞ്ചായത്തിൽ കോവിഡിന്റെ ലോക്ക്ഡൌൺ കാലത്ത് വിതരണം ചെയ്തത്. അതെല്ലാം ഒരു ഗവൺമെന്റ് ചെലവോടെ അല്ല, ഇതെല്ലാം നമുക്ക് നാട്ടുകാരിൽ നിന്നും വിവിധ സന്നദ്ധ സംഘടന സമൂഹങ്ങളിൽ നിന്നും ലഭിച്ച പിന്തുണയാണ്. അതോടൊപ്പം തന്നെ കോവിഡ് പേഷ്യന്റിനെ കൊണ്ടുപോകാൻ വേണ്ടി 24 മണിക്കൂർ സന്നദ്ധ സംഘടന സേവനം നമ്മൾ ലഭ്യമാക്കി. കോവിഡുമായിട്ട് സീരിയസ് ആയി കിടക്കുന്ന ആൾക്കാർക്ക് അന്നത്തെ കാലത്തിൽ ആംബുലൻസ് വണ്ടികളെ വിളിച്ചാൽ വരികയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവജനങ്ങൾ, അതെല്ലാ രാഷ്ട്രീയ കക്ഷികളെയും എല്ലാവരെയും ഒറ്റ കണ്ണിയിൽ കോർത്ത് ഇണക്കിക്കൊണ്ട് നമ്മുടെ കോവിഡ് കാലത്ത് നമ്മുടെ കെട്ടിമലയിൽ ഒരു സെന്റർ ആരംഭിക്കുകയും അത് കൂടുതലായി സീരിയസ് ആകുന്നവരെ മറ്റു ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തു. അതോടൊപ്പം തന്നെ കോവിഡ് വന്ന് മരിക്കുന്ന രോഗികളുടെ ശവസംസ്കാരം ആ സമയത്ത് അതൊക്കെ ഏറ്റെടുത്ത് നടത്താൻ വളരെയധികം നിരവധി സന്നദ്ധ ഭടന്മാർ ഈ പഞ്ചായത്തിലുണ്ടായിരുന്നു. അവരെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ നമ്മുടെ വാർഡിനെ പറ്റി സൂചിപ്പിക്കുമ്പോൾ ഒരു പ്രളയം, ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു വാർഡാണ്. എന്റെ കാലാവധിയിൽ ഒരു 4-5 പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടാക്കി. നമ്മൾ 2 പ്രാവശ്യം SNDP ഹാളിലും അതിനുശേഷം ഈ ഹോസ്പിറ്റലില് നമ്മളെ ക്യാമ്പായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, രാത്രിയിലൊക്കെ 10-200 വീടുകളാണ് പെട്ടെന്ന് വെള്ളത്തിൽ കയറുന്നത്. അവരെയൊക്കെ സഹായിക്കാൻ നമ്മളെ ഫയർഫോഴ്സ്, പോലീസ്, മറ്റു ഉദ്യോഗസ്ഥ, തഹസീൽദാർ അടക്കമുള്ളവർ എത്തിയെങ്കിലും നാട്ടിലെ നമുക്ക് പുതുപ്പള്ളിയിൽ നിന്നൊക്കെ വിവിധ സന്നദ്ധ സംഘടനയുടെ ആൾക്കാർ വന്ന് സ്ട്രെച്ചർ ഇല്ലാഞ്ഞിട്ട് കമ്പ് വരെ കെട്ടി അതിനകത്ത് ആൾക്കാരെ രക്ഷിച്ചെടുത്തതൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. അവരോടൊക്കെ എനിക്ക് വളരെയധികം ആത്മാർത്ഥയും നന്ദിയുമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് എൻ്റെ ഒരു ആത്മവിശ്വാസത്തിലും എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ്, വളരെയധികം ഭംഗിയോടുകൂടി നിർവഹിക്കാൻ ഞാൻ 100% ശ്രമിച്ചു. പക്ഷെ 100% ആയി എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഇല്ല. ഞാൻ അതിന് പൂർണ്ണമായി ശ്രമിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മഹാനായ അബ്ദുൽ ഖാദർ രാഷ്ട്രപതി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തന്നെ രാഷ്ട്രപതി ഭവനിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഷൂ ഊരി പോളിഷ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു, എന്റെ ഷൂ ഞാൻ തന്നെ പോളിഷ് ചെയ്തോളാം, നിനക്ക് ഞാൻ മറ്റൊരു ജോലി തരാം. പിറ്റേ ദിവസം അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്റെ പൂന്തോട്ടത്തിലെ പൂക്കൾ നോക്കുന്ന ഒരാളായിട്ട് നിയമിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കാലാവധി തീർന്ന് അദ്ദേഹം ഇറങ്ങിയപ്പോൾ തലേദിവസം ആ ഉദ്യോഗസ്ഥനോട്, ആ ജോലിക്കാരനോട് അദ്ദേഹം പറഞ്ഞു, എന്റെ ബ്രീഫ് കേസുകളെല്ലാം നീ നാളെ കഴുകി നല്ല ക്ലീൻ ആക്കണം. അപ്പൊ അവൻ ചോദിച്ചു, ഇത് നല്ല ഭംഗിയുള്ളതാണല്ലോ, എന്തിനാ സാറേ ഇത് കഴുകി വൃത്തിയാക്കി കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഇതാണ്, നമ്മളെ വലിയതായിട്ട് സ്പർശിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രപതി ഭവനിലെ ഒരു പൊടി പോലും എന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകില്ല എന്ന്. അതുപോലെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചത്, അങ്ങനെയുള്ള ഒരു മഹാന്മാരുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അവരുടെയൊക്കെ ആദർശങ്ങളും അവർ നൽകുന്ന ദർശനങ്ങളും എല്ലാം ഉൾക്കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിപ്പിച്ച ഉത്തരവാദിത്വവും
കഴിഞ്ഞ കാലങ്ങളിലെ ഒരു പഞ്ചായത്തിലെ ധനകാര്യ കമ്മിറ്റിയുടെ ഒരു സ്റ്റാൻഡിംഗ് മെമ്പർ എന്നുള്ള നിലയിൽ, ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ 10-25 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടത്തിയ ഒരു പഞ്ചായത്തില് ഒരു പൊടി പോലും അവിടുന്ന് കൊണ്ടുവരാതെ ഇറങ്ങിപ്പോകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതോടൊപ്പം തന്നെ ഈ വാർഡിലെ ഈ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് എന്റേതായ കഴിവുകളെല്ലാം ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങളാണ്. ഈ വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഏകദേശം 2-2.5 കോടിയോളം ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മടക്കുവാൻ എനിക്ക് സാധിച്ചു. അത് എന്റേത് മാത്രം കഴിവുകളല്ല, ജില്ലാ പഞ്ചായത്തിന്റെ സഹായം ഉണ്ടായി. അതുപോലെ തന്നെ ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്ത് സാബു പുതുപ്പുറൽ സഹായം ഉണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ദിവംഗതനായ നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ഫണ്ട് കിട്ടി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മോന്റെയും ഫണ്ട് നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് 80 ലക്ഷം രൂപയോളം ഈ പഞ്ചായത്തിന്റെ ഈ 12ാം വാർഡിലെ വിവിധ റോഡുകളിൽ ചെലവഴിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ, പ്രാചീന കാലങ്ങളിൽ നമ്മുടെ പൂർവികന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ 2 കുളിക്കടവുകൾ, അത് കാരാറ്റി കുളിക്കടവാണെങ്കിലും 8 മണിക്കടവ് കുളിക്കടവാണെങ്കിലും ഇതൊക്കെ പുനർനിർമ്മിക്കുവാനും നല്ല ആധുനിക രീതിയിൽ അത് ശാസ്ത്രീയമായി പണിയെടുക്കുവാനൊക്കെ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം മഞ്ചേരി പുതിയകാവ് അടക്കമുള്ള വീടുകളിലേക്ക് റോഡുകൾ പണിയുവാനും സ്ട്രീറ്റ് ലൈൻ വഹിക്കാൻ തന്നെ ഏകദേശം ഈ വാർഡിൽ തന്നെ 25 ലക്ഷം രൂപയോളം മുടക്കി എല്ലാ തൊണ്ടുകളിലും വഴികളിലുമൊക്കെ അത് ഇടുവാൻ സാധിച്ചു. ഇങ്ങനെയുള്ള അതുപോലെ പൈതേപ്പാലം ജംഗ്ഷനിലെ നിരവധി അപകടങ്ങളായിരുന്നു. PWDയിലെ നിരന്തരം ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചുകൊണ്ട് അതിന്റെ 2 സിഗ്നൽ ലൈറ്റുകളും ഒരു സ്പീഡ് ബ്രേക്കും സ്ഥാപിക്കാൻ സാധിച്ചു. അതുപോലെ മൂലേ വളവിൽ ഒരു സിഗ്നൽ ലൈറ്റ്, അപകടം അറിയിക്കുന്നുകൊണ്ടുള്ള സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുവാൻ നമുക്ക് സാധിച്ചു. ഇതൊക്കെ നിരവധി കഷ്ടപ്പാടുകളുടെയും ഫോളോ അപ്പുകളുടെയൊക്കെ ഫലമായി നിങ്ങളുടെ എല്ലാവരുടെയും രാഷ്ട്രീയ പിന്തുണ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ഒക്കെ സഹകരണത്തോടെയാണ്. അപ്പോൾ അതിനെല്ലാം മുന്നിട്ടിറങ്ങുന്ന എല്ലാവരും എനിക്ക് കൈയടിച്ചുള്ള സഹായങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരുന്നു എന്നുള്ള വസ്തുതയാണ്. അതുപോലെ തന്നെ ഈ ആയുർവേദ ആശുപത്രിയെ പറ്റി പറയുമ്പോൾ വളരെ അഭിമാനമുണ്ട്. ഈ ആശുപത്രിക്ക് ഏകദേശം 1 കോടി രൂപയുടെ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അധികാരത്തിൽ വന്നപ്പോഴേ ഈ കഴിഞ്ഞ പഞ്ചായത്തിന്റെ കാലഘട്ടത്തിലാണ് ഇവിടെ ഈ കെട്ടിടം പൂർത്തീകരിച്ചതിലും കോവിഡ് കാലം കൊണ്ട് അതിന്റെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്നു. അതിന്റെ ശേഷമാണ് അതിന്റെ ബാത്റൂമും അതിന്റെ സ്റ്റെപ്പുകളും അതോടൊപ്പം തന്നെ കഥകളും ഒക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഇലക്ട്രിഫിക്കേഷൻ ഒക്കെ നടത്തി അത് നമ്മൾ അനുയോജ്യമാക്കിയതിനു ശേഷം ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രിയെ തിരുവനന്തപുരത്ത് ചെന്ന് കണ്ടതിന് അതിന്റെ ഫലമായി അപ്പോൾ അത് ആശുപത്രിയാക്കി ഉയർത്തണമെന്നാണ് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആവശ്യം. അത് സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ പഞ്ചകർമ്മ ചികിത്സ അനുവദിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ തിരുമ്പ് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഫിസിയോതെറാപ്പിയും ലാബിനും അതിന്റെ അപ്പുറയുള്ള കെട്ടിടത്തിൽ ആരംഭിക്കാൻ അതിന്റെ മിഷനറികളൊക്കെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെയാണ് യോഗ സെന്റർ നമ്മളിവിടെ ആരംഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ യോഗ പഠിക്കുന്നവരെയൊക്കെ വളരെ യോഗയുടെ പരിശീലന അയവിലേക്ക് ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ വാർഡിലെ സമീപ വാർഡുകളിലുള്ള ബഹുമാന്യരായ നിരവധി സഹോദരിമാർ ഇവിടെ 3 വർഷമായി അവർ യോഗ പരിശീലനം നടത്തുകയാണ്. ഈ 21-ാം തീയതി യോഗ ദിനമാണ്. അതിനോടനുബന്ധിച്ച് അവര് ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് അതിന്റെ പ്രദർശനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അവർക്ക് അനുയോജ്യമായി ഈ കഴിഞ്ഞ വർഷത്തെ 2024-25 വാർഷിക പദ്ധതിയുടെ പ്രോജക്റ്റിലാണ് ഒരു വനിതാ ജിമ്മിന് വേണ്ടി 10 ലക്ഷം രൂപ മാറ്റിവെക്കുകയും അതിന്റെ കെട്ടിടത്തിനായി 5 ലക്ഷം രൂപ മാറ്റിവെച്ച് ആ കെട്ടിടം പൂർത്തീകരിച്ച ജിമ്മും ഇന്നിവിടെ അതിന്റെ പ്രവർത്തനങ്ങളും ഉടനെ ആരംഭിക്കുകയാണ്. ഒരു പരിശീലകയെ നിയമിക്കാനുള്ള നോട്ടീസ് പഞ്ചായത്ത് ഇപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ അതുപോലെ ഫിസിയോതെറാപ്പിയുടെ പരിപാടി ഉദ്ഘാടന അതിന്റെ മെറ്റീരിയൽ അതിന്റെ ഉപകരണങ്ങളൊക്കെ വന്നു. അതിന്റെ ആളിനെ നമ്മളെ നിയമിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാവരോടൊപ്പം നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷത്തെ ആനുകൂല്യങ്ങൾ, ഏത് ചെടിച്ചട്ടി ആയാലും ഫലവൃക്ഷങ്ങളായാലും തെങ്ങിന് മരുന്നടി ആയാലും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവരുടെയൊക്കെ വീടുകളിൽ കൊണ്ട് ഫോമും ഫില്ലപ്പും ഒക്കെ മേടിച്ചുകൊണ്ട് കൃഷി ഓഫീസിൽ അടച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾക്ക് കൊടുത്തിരിക്കുന്നത് 12ാം വാർഡാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ നിങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ചു. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എല്ലാവരും എന്നിൽ അർപ്പിച്ച് ഈ വാർഡിൽ നിന്ന് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. എല്ലാവരും സ്നേഹ സാഹോദര്യത്തിലൂടെയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചില നിയമപ്രശ്നങ്ങളുണ്ടായി. നമുക്കറിയാം ഇവിടെ പണിത ടേക്ക് പ്രൊഡക്റ്റിനോടനുബന്ധിച്ച് അദ്ദേഹം, ഞാനിപ്പോൾ അത് തുറന്ന മനസ്സോടെ പറയുകയാണ്, അതവിടെ പണിയാൻ തുടങ്ങിയപ്പോൾ ആരെങ്കിലും ഇതിവിടെ പണിയരുതെന്നൊരു ആക്ഷേപം രേഖാമൂലം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കുമായിരുന്നു. അതിനുശേഷം കോടതി വിധി അതിനോടനുബന്ധിച്ചുണ്ടായിട്ടാണ് അതിന്റെ ഒരു ഭാഗം പൊളിച്ചു കളഞ്ഞത്. അവിടെ ടേക്ക് ബ്രേക്ക് വീണ്ടും പ്രവർത്തനം ആരംഭിക്കാൻ കുടുംബശ്രീ ഏൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ മറകാട്ട് 4 മണിക്കാരിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു പങ്കിന് ഈ വർഷം
വർഷം നമ്മൾ പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. അതും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ കാലത്ത് ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരുടെ വലിയ പ്രിയങ്കരനായിരുന്ന വെല്ലുവീട്ടിൽ BJ പോത്തർ സ്മാരക ഒരു പൗരസമിതി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിന്റെ പ്രവർത്തനം ഇങ്ങനെ കെട്ടി ഇടിഞ്ഞു പോകുന്ന അവസ്ഥയിലായപ്പോൾ അത് പഞ്ചായത്തിന്റെ ആസ്തിയിൽ ചേർത്തുകൊണ്ട് 2.5 ലക്ഷം രൂപ മെയിൻ്റനൻസ് ചെയ്ത് അവിടെ അംഗനവാടി 84 നമ്പർ അംഗനവാടിക്ക് കെട്ടിടമില്ലായിരുന്നു. ആ അംഗനവാടി അവിടെ മാറ്റി സ്ഥാപിച്ചു. അതിനൊരു ബാത്റൂമിന് അടുത്ത വർഷത്തെ പ്രോജക്റ്റിൽ വെച്ച് പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് വന്നപ്പോഴാണ് ഒരു അതിശക്തമായ ഒരു മഴയിൽ അതിന്റെ സൈഡ് ഇടിഞ്ഞുപോയി. കഴിഞ്ഞ 10-20 വർഷം മുമ്പ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കെട്ടിയതാണ്. അന്നേരം തന്നെ ഞാൻ ബഹുമാനപ്പെട്ട MLA സമീപിക്കുകയും MLAയുടെ നിർദ്ദേശപ്രകാരം ഇറിഗേഷനിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. 14 ലക്ഷം രൂപയാണ് അന്നത്തെ എസ്റ്റിമേറ്റ്. ആ എസ്റ്റിമേറ്റ് പ്രകാരം ഞാനും ബഹുമാനീയ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 4 പ്രാവശ്യം ബഹുമാനപ്പെട്ട ഇറിഗേഷൻ മിനിസ്റ്ററെ കണ്ടു, കോട്ടയത്തിന്റെ മിനിസ്റ്ററായ VN വാസവനെ കണ്ടു, നിരവധി ജില്ലാ കളക്ടറെ കണ്ടു. ഇവരുടെ എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ പരാതികളൊക്കെ ലഭിച്ചു. ഇതുവരെ അതിന്റെ ഒരു AS നമുക്ക് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം പത്രധാരകളിലും മീഡിയ വഴിയിലൊക്കെ അതിന്റെ വാർത്തകൾ നിങ്ങൾ ശ്രവിച്ചതാണ്. അതും ഉടനെ കെട്ടി അത് അംഗനവാടിയായി വീണ്ടും ഉപയോഗിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില പ്രതിസന്ധികൾ, അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ വാർഡാണ് ഏറ്റവും വെള്ളപ്പൊക്ക ഭീഷണിയുള്ളത്. നിരവധി പ്രാവശ്യം റവന്യൂ മിനിസ്റ്റർക്ക് അടക്കം പോയി പരാതികൾ നമ്മൾ കൊടുത്തതാണ്. അതിന്റെയൊക്കെ ഞാൻ പറയുന്നത് വാസ്തവമാണ്. അതിന്റെ എല്ലാ റെക്കോർഡുകളുടെ കോപ്പി എന്റെ ഫോണിലുണ്ട്, അല്ലെ അതിന്റെ കോപ്പി വീടുകളിലുണ്ട്. അതിന്റെ നിർദ്ദേശപ്രകാരം ഒരു നബാർഡിന്റെ സ്കീം ജില്ലാ കളക്ടർ, പ്രത്യേകിച്ച് കളക്ടറും എന്റെയും പ്രസിഡന്റിനെയും വിളിച്ച് ഒരു യോഗത്തില് ഞങ്ങൾ ഒരു പ്രോജക്റ്റ് DPR തയ്യാറാക്കാൻ പറഞ്ഞു. 25 കോടിയുടെ ഒരു പ്രോജക്റ്റിനാണ് അന്ന് നമുക്ക് അനുമതി നൽകിയത്. അതനുസരിച്ച് ഇറിഗേഷനിലെ AEയും ഓവർസിയറും ഞാനും 3-4 ദിവസം ഈ തോടുകളിൽ കൂടെ മുഴുവൻ നടന്ന് പാടശേഖരങ്ങളിൽ വാച്ചാൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾ കണ്ട് എസ്റ്റിമേറ്റ് DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില സാങ്കേതിക വിഷയങ്ങൾ അതിലിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നബാർഡിന്റെ നോംസ് അനുസരിച്ച് ചില പാടശേഖര അളവ് കുറച്ചുകൂടെ കൂടുതലാകണമെന്ന് അതിന് വീണ്ടും പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രമേയം ഇട്ടുകൊണ്ട് അത് കുറച്ചുകൂടെ പാടശേഖരങ്ങൾ അളവ് കൂട്ടിയെടുക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഒരു പരിധി വരെ വെള്ളപ്പൊക്കത്തിന് ഒരു പരിഹാരമുണ്ടാവും. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നമാണ് തോട് താക്കാത്തത് മൂലം. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 2020 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് താത്തതാണ്. വീണ്ടും അവിടെ മണ്ണ് വന്ന് വീണ്ടും അടിയുന്നു. അതാണ് ഞങ്ങളുടെ ഈ വാർഡിലെ ഏറ്റവും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം. ആ പ്രശ്നത്തെ തരണം ചെയ്യുവാനായിട്ട് നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട MLAമാര്, ബ്ലോക്ക് അധികാരികൾ, ജില്ലാ പഞ്ചായത്ത് അധികാരികളുടെയൊക്കെ സഹകരണം ഞങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ നാടിനെ ബാധിക്കുന്ന നിരവധി ഈ വർഷം നമ്മുടെ പഞ്ചായത്ത് കേര ഗ്രാമം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കേര കർഷകരെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളും അവർക്ക് ഗവൺമെന്റിൽ നിന്നുള്ള സബ്സിഡികൾ ലഭ്യമാക്കുന്നതിനുള്ള ഒരു കമ്മിറ്റി ഉടനെ തന്നെ രൂപീകരിക്കുന്നതാണ്. അപ്പോൾ കാർഷിക മേഖലയിലും നമ്മുടെ പഞ്ചായത്ത് വളരെ മുൻപന്തിയിലാണ്. കഴിഞ്ഞ 2024-25 വർഷം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് 2 കോടിയുടെ നെല്ല് സപ്ലൈകോയ്ക്ക് കൈമാറി. കൃഷി ചെയ്യാത്ത പാടശേഖരം കൂടുതൽ കൃഷി ചെയ്യുവാൻ സാധിച്ചു. നമുക്കറിയാം, ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയുടെ കാലത്ത് ഒരു 1 കോടി രൂപ ബഹുമാനപ്പെട്ട MLAയുടെ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച മിനി സിവിൽ സ്റ്റേഷന്റെ പ്രവർത്തനം മന്ദീകരിച്ചിരിക്കുകയായിരുന്നു. ഈ പഞ്ചായത്ത് കമ്മിറ്റി ആരംഭകാലത്തിൽ അതിന്റെ പല പദ്ധതികളായി മുന്നോട്ട് പോയപ്പോൾ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായി. ഇപ്പൊ അതെല്ലാം മാറിക്കൊണ്ട് ഒരു 50 ലക്ഷം രൂപ കഴിഞ്ഞ ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയും 75 ലക്ഷം രൂപ തനത് ഫണ്ട് ഉൾപ്പെടുത്തി PWDന് എസ്റ്റിമേറ്റ് എടുക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ പുതുപ്പള്ളിയെ സംബന്ധിച്ച് ട്രാഫിക് പരിഷ്കാരങ്ങൾ ഇങ്ങനെ നമുക്ക് പരിമിതിക്കുള്ളിൽ കൊണ്ട് ചെയ്യാം. അതുകൊണ്ട് ഇന്ന് പുതുപ്പള്ളിയിലെ ട്രാഫിക് പരിഷ്കാരത്തിന് ഒരു പരിധി വരെ നമുക്ക് മാറ്റം ഉണ്ടാകാനായി. പുതുപ്പള്ളിയിലെ മിനി സിവിൽ സ്റ്റേഷൻ ഉപയോഗിച്ച് കമ്മ്യൂണിറ്റികളും അതുപോലെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല കുടുംബശ്രീയായിട്ടുള്ള പുരസ്കാരങ്ങൾ നമുക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചു. ഇതെല്ലാം ഞങ്ങളുടെ എല്ലാം കൂട്ടായ പരിശ്രമമാണ്. അതുകൊണ്ട് അതിലൊക്കെ ഞങ്ങളെ സഹായിക്കുന്ന ബഹുമാനായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട്, ഞങ്ങളുടെ പഞ്ചായത്തിന്റെ മുഴുവൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ബഹുമാനിയായ നമ്മുടെ ശാന്തമയാന്റി ഇവിടെ ഇരിപ്പുണ്ട്. ഇവരെല്ലാം ഞങ്ങൾക്കറിയാം, ഞങ്ങളെല്ലാം എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും പക്ഷെ അതെല്ലാവരും പഞ്ചായത്ത് കമ്മിറ്റി വളരെ സുതാര്യമായി കഴിഞ്ഞ കാലങ്ങളിൽ ഒരു അഴിമതി പോലും ഉണ്ടാകാതെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങളുടെയും
എല്ലാ ഉറപ്പും പിന്തുണയും ലഭിച്ചതുകൊണ്ടാണ് സാധിച്ചെടുത്തത്. അതിന് ഈ നാട്ടിലെ എല്ലാവരോടും എല്ലാ രാഷ്ട്രീയക്കാരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ബഹുമാനായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹമാണ് നമ്മുടെ ഈ ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തിന് അതോടെ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതും അദ്ദേഹമാണ്. ബഹുമാനായ നെബുവിനെ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല. നമ്മുടെ വാർഡിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ എട്ടുമാണിക്കടവ് റോഡ് ഏകദേശം 1 കിലോമീറ്ററോളം റോഡ് വരും. ഞാനൊരു എസ്റ്റിമേറ്റുമായിട്ട് അദ്ദേഹത്തിന്റെ ഇരികെ ചെന്നു. അത് വളരെയധികം സന്തോഷത്തോടെ അദ്ദേഹം ആദ്യം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആദ്യത്തെ വർഷത്തിലെ ഫണ്ടിൽ തന്നെ നമുക്കതിന് 25 ലക്ഷം രൂപ അനുവദിച്ച് ആ റോഡ് ഭംഗിയാക്കുവാൻ സാധിച്ചു. അത് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സബ് മുതപ്രമലാണ് SNDP നമുക്ക് ജംഗ്ഷൻ നമുക്കറിയാം വളരെ ഇരുട്ടിലായിരുന്നു. ഞാൻ സൗജ അവിടെ ഒരു ബൾബ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നമുക്ക് അനുവദിക്കണം. വളരെയധികം സന്തോഷത്തോടെ അത് നമുക്ക് നൽകുകയുണ്ടായി. ഇങ്ങനെ എല്ലാവരെയും എന്നെ സ്നേഹിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ ഞാൻ അവരോടെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടും ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളെ മുഴുവൻ ഈ അവസരത്തിൽ ഞാൻ അവരെ എന്റെ എല്ലാ അനുമോദനങ്ങളും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും എന്നോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ആശാ വർക്കറായി പ്രവർത്തിച്ച് എന്റെ രമാ ബിനുവിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വാർഡിനെ വളരെ പ്ലാസ്റ്റിക്കുകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ബഹുമാനപ്പെട്ട രാജമ്മ ചേച്ചിയും അതുപോലെ തന്നെ സൂര്യയും ഇവരെയൊക്കെ ഈ സമയത്ത് ഞാൻ അവരെ സ്മരിക്കുകയാണ്, ഓർക്കുകയാണ്. അവരോടുള്ള എന്റെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ബഹുമാനായ ഇവിടുത്തെ ഈ വാർഡിലെ ഒരു കർഷകനുണ്ട്, നമ്മുടെ സലി കരോട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് കൃഷി കൊണ്ടാണ് അദ്ദേഹത്തിന് ഉപജീവനം നേടുന്നത്. ആലമ പഞ്ചായത്തുമായിട്ട് അദ്ദേഹം വളരെ സഹകരിച്ച് കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിൽ മികച്ച കർഷകനായി ഈ വാർഡ് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ മികച്ച ക്ഷീര കർഷക നമ്മുടെ വാർഡില് ഇന്ന് പശുക്കറയുള്ള വീടെന്ന് പറഞ്ഞാൽ 4 വീടുകളുള്ളൂ. ആ 4 വീടില് ഒരു വനിതാ കർഷകയുണ്ട്. അവരെ ഈ അവസരത്തിൽ നമ്മൾ ആദരിക്കുന്നതാണ് ഗിരിജ മലകുന്നത്ത്. അങ്ങനെ ആ ക്ഷീര കർഷകരെ ഈ അവസരത്തിൽ അനുമോദിച്ചുകൊണ്ടും എല്ലാവരുടെയും സഹായങ്ങളും തന്ന ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അടുത്തതായിട്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് മെമ്പറും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമായ ശ്രീ നെബു ജോണിനെ ക്ഷണിച്ചോളൂ. ഇവിടെ ഇന്നിപ്പോൾ നിരവധിയായ വ്യക്തികളെ ആദരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉന്നത വിജയം നേടിയ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുക. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ക്ഷീര കർഷകരെ, മറ്റ് കർഷകരെയൊക്കെ ആദരിക്കുന്ന ഒരു പരിപാടിയും കൂടെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുക. പ്രധാനപ്പെട്ടതായിട്ട് 4 ക്ഷീര കർഷകരാണ് ഇവിടെയുള്ളത്. അതിൽ ഏറ്റവും നല്ല ക്ഷീര കർഷകരെയൊക്കെ ആദരിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരകരമായ കാര്യമാണ്. മറ്റ് കർഷകരെയും ഒക്കെ ആദരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇവരെല്ലാം ആദരിച്ചുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ജീവിതത്തിൽ ഉന്നതമായ വിജയം നേടുവാനായിട്ട് സാധിക്കുന്ന തരത്തിൽ നമ്മുടെ വരുന്ന തലമുറകളെ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ നമ്മളിവിടെ ആദരിക്കുന്നു. ഇത് ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് A+ നേടിയ വിദ്യാർത്ഥികളെ ആയിരിക്കും ആദരിക്കുന്നത്. ഈ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുവാൻ വേണ്ടി ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ അവരെ പരിപാലിക്കുന്ന മാതാപിതാക്കളോടും ഈ സമൂഹത്തോടുമൊക്കെ എനിക്ക് പറയുവാനുള്ളത്, ജീവിതത്തിൽ നമ്മളുടെ അക്കാഡമിക് രംഗത്ത് നമ്മൾ ഉന്നതമായ വിജയം നേടുന്നതോടൊപ്പം തന്നെ ജീവിതത്തിൽ നമ്മളെ തുറച്ചു നോക്കുന്ന ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളുടെയും കൺമുമ്പിലൂടെയാണ് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സങ്കീർണങ്ങളായ പല പല വെല്ലുവിളികളും നമ്മളെ ജീവിതത്തിൽ നേരിടേണ്ടി വരും. ആ ജീവിതത്തിലെ വെല്ലുവിളികളെയെല്ലാം അനിതരസാധാരണമായ സ്വതസിദ്ധമായ ശൈലി കൊണ്ടും അനിതരസാധാരണമായ വ്യക്തിപ്രഭാവം കൊണ്ടും നമ്മൾ അതിനെ അതിജീവിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഉന്നതമായ വിജയങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഒരു താളപ്പിഴ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം ജീവിതത്തിലെ ഒരു വലിയ പരാജയത്തിലേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാനിത് പറയുമ്പോൾ പ്രിയപ്പെട്ട ഹരിസാറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കൊക്കെ ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ, അനുഭവങ്ങൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടായിട്ടിരിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്ന
ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുള്ള അനുഭവങ്ങളും ഒക്കെ അവർക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇവിടെ ജനപ്രതിനിധികളുമൊക്കെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വാർഡിലെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ, എൻ്റെ കൊച്ചനുജന്മാരെയും അനുജത്തിമാരെയും എല്ലാം അവരുടെ അക്കാഡമിക് രംഗത്തെ മികവിനെ എത്രമാത്രം പ്രശംസിച്ചാലും മതിയാവുകയില്ല. അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉന്നതമായ വിജയങ്ങൾ നേടുവാനായിട്ട് സാധിക്കട്ടെ. സമൂഹത്തെ സേവിക്കാനും സ്നേഹിക്കാനും ഒക്കെ കഴിയട്ടെ. നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും നമ്മുടെ സമ്പന്നതയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഈ നാടിൻ്റെ ഒരു മണിമുത്തുകളായി അവർ വളരട്ടെ. അവർക്ക് എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ മികച്ച കർഷകരെ ആദരിക്കുന്നു. അവർക്കും കൂടുതൽ സേവനങ്ങൾ ഈ സമൂഹത്തിന് ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ഗ്രാമസഭ ഒരു നല്ല ഗ്രാമസഭയായി മാറട്ടെ. നല്ല ചർച്ചകൾ ഉണ്ടാവട്ടെ, നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടാവട്ടെ. ഈ ഗ്രാമസഭ വിളിച്ചുകൂട്ടിയ പഞ്ചായത്തിനെയും അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ശ്രീ പ്രമോദിനെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഗ്രാമസഭയ്ക്ക് എല്ലാ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായിട്ട് നമ്മളിവിടെ ആശംസ പറയുകയും നമ്മുടെ കർഷകരെ ആദരിക്കുന്ന ബഹുമാന്യായ ശാന്തമ്മേൻ്റെയാണ്. അതുകൊണ്ട് ആശംസ പറയുന്നതിനായിട്ട് ആദ്യമായിട്ട് ക്ഷണിച്ചുകൊള്ളും. പശുക്കളെ ആണെങ്കിലും ആരും ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ ഈ വാർഡിൽ 4 പശു വളർത്തുകാരെ ഉള്ളെന്ന് പറയും. മിക്ക വാർഡുകളിലും ഇല്ല. പക്ഷെ ഇവിടെ കർഷകരുമുണ്ട്, ക്ഷീരകർഷകരുമുണ്ട്. വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട മെമ്പർ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പുതുപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് വളം കൊണ്ടുവന്നിരിക്കുന്നത് ഈ വാർഡിലേക്ക്. കൃഷിഭവനിൽ എന്നാ വളം ഉണ്ടെന്ന് അറിഞ്ഞാൽ അന്നേരം ഇവിടുത്തെ ആൾക്കാരെയാണ് വൈസ് പ്രസിഡന്റ് അങ്ങ് പോയേക്കുക. സത്യം അവിടെ ചെന്ന് വാങ്ങിക്കുക നല്ല കാര്യമാണ്. അവർക്ക് നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ വാങ്ങിച്ചു തരുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, അറിയിക്കുന്ന ഉത്തരവാദിത്വം വൈസ് പ്രസിഡന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് പ്രസംഗിച്ചു. ശരിയാണ്, പുതുപ്പള്ളിയുടെ വികസനത്തിന് എന്തെങ്കിലും വികസിച്ചിട്ടുണ്ടെങ്കിൽ വൈസ് പ്രസിഡന്റ് ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ് വികസിച്ചിരിക്കുന്നത്. സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഇതുപോലെ പ്രവർത്തിച്ച ഒരു മെമ്പർ ഞാൻ കണ്ടിട്ടില്ല. എപ്പോൾ വെച്ചാലും തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കളക്ടറേറ്റില്ല, ബ്ലോക്കില്ല, അവിടെ ഈ വാർഡിന്റെ വികസനത്തിന്, പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി കൂടി കയ്യിൽ നിന്ന് പൈസ എടുത്ത് ചെലവാക്കി ചെയ്ത് ഒരേ ഒരു മെമ്പറാണ് നമ്മുടെ വൈസ് പ്രസിഡന്റായ പ്രമോദും. ശരിക്കും വൈസ് പറഞ്ഞ് കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ്. അത് പ്രത്യേക നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ കർഷകർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ക്ഷീരകർഷകരെ സമയമില്ലാത്തതുകൊണ്ട് എല്ലാവരും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ വയസ്സ് എന്നെ വഴക്ക് പറഞ്ഞാലും വേണ്ടിയില്ല, ഇവിടെ വന്നിരിക്കുന്ന കർഷകര് അവർക്ക് കിഴങ്ങിനും ഈ പ്രാവശ്യം പുതിയൊരു ഇതുണ്ട്. ഞങ്ങളെല്ലാം കൂടെ കൃഷിഭവനിൽ ചെന്ന് പറഞ്ഞാണ് കപ്പ കൃഷിക്കും കാച്ചിനും ചേനയ്ക്കും ചേമ്പിനും എല്ലാം നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടും. നിങ്ങൾ അതിനും കൂടി അപേക്ഷ വെച്ചോണം. ബാക്കിയെല്ലാം വൈസ് പ്രസിഡന്റ് പറഞ്ഞോളൂ. അടുത്തായിട്ട് നമ്മുടെ ബഹുമാനായ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പൊ പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതുപ്പള്ളി ഡിവിഷന്റെ മെമ്പറുമായ സാബു പുതുപ്പറമ്പിൽ സംസാരിക്കും. ബഹുമാനായ യോഗാധ്യക്ഷൻ ഈ ഗ്രാമസഭയുടെ പ്രശസ്തിയെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പറെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ വികസന മാതൃകയ്ക്ക് വലിയ ഒരു മാതൃകയായി നിലകൊള്ളുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. ഞാൻ 30 വർഷമായി ജനപ്രതിനിധിയായി തുടരുന്ന ഒരു വ്യക്തിയാണ്. 1995 ശ്രീമതി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വാർഡിന്റെ മെമ്പറുമായിരുന്ന ശ്രീമതി ജോയിസ് മാത്യുവിനോടൊപ്പം കടന്നു വന്ന വ്യക്തിത്വം എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ അന്നും ഞാൻ പൊതുരംഗത്തേക്ക് പഞ്ചായത്തിലേക്ക് കടന്നു വന്നപ്പോൾ പ്രമോദിനോട് പറയുമായിരുന്നു, പ്രമോദ് ഒരു പഞ്ചായത്ത് മെമ്പർ ആകണം. അന്നേരം പറ്റില്ല എന്നും പറഞ്ഞ് ഇരുന്നിട്ട് ഹരിസാറൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങളിൽ നിന്ന് ഭരണം പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം കടന്നു വന്നു, വിജയിച്ചു. ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇതിനു മുമ്പ് ഇവിടെ നിന്നും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച 2 മഹൽ വ്യക്തിത്വങ്ങളെ മുൻ പ്രസിഡന്റുമാരായ ഇന്ന് നമ്മളോടൊപ്പം ഇല്ലാത്ത ശ്രീ ആലഞ്ചേരി കുര്യച്ചനോടും ശ്രീമതി ജോയിസ് മാത്യുവിനോടും ഒപ്പം നിന്നുകൊണ്ട് ഈ വാർഡിന്റെ സമഗ്ര വികസനങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി എണ്ണിയാൽ ഒതുങ്ങാത്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ മകൾ വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാനും പ്രിയപ്പെട്ട നിബുവും ഒക്കെ വിഭിന്ന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ശ്രീ പ്രമോദ് കുര്യാക്കോസ് എന്താവശ്യം ഉന്നയിച്ചാലും
അത് ചെയ്തു കൊടുക്കുന്നതിന് താല്പര്യമുള്ളവരായ ജനപ്രതിനിധികളായിരുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുകൊണ്ട് ഏറ്റവും അധികം വീതങ്ങൾ ഇവിടെ ലഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം വികസനം നടപ്പിലാക്കുന്നതിന് സ്വന്തം കയ്യിലെ കാശെടുത്തുകൊണ്ട് അത് ഏത് അറ്റം വരെ പോകണമെങ്കിലും അതിൻ്റെ അവസാനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ സജീവമായി നിലനിന്നുകൊണ്ട് ആ പ്രവർത്തനം നടപ്പിലാക്കി അത് പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ള മകൾ വ്യക്തിത്വത്തിന് ഉടമ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലൂടെ ഈ ഗ്രാമസഭകളൊക്കെ കൂടുമ്പോൾ ഇപ്പം ഗ്രാമസഭയിലെ വരുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരിക. ഈ വർഷം നടക്കുന്ന പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ അവസാന ഗ്രാമസഭയിൽ ഏറ്റവും അധികം അംഗങ്ങൾ പങ്കെടുത്ത ഗ്രാമസഭ 12-ാം വാർഡ്. മിനിഞ്ഞാന്ന് 7-ാം വാർഡിലെ ഗ്രാമസഭ നടന്നപ്പോൾ അവിടെ 17 പേര് മാത്രമായിരുന്നു ആ ഗ്രാമസഭയിൽ. അത് വെച്ച് നോക്കുമ്പോൾ വലിയ ജനപങ്കാളിത്തം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് ശ്രീ പ്രമോദ് കുര്യാക്കോസിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം. ഒരുപക്ഷെ ഞങ്ങളൊക്കെ ഈ 29-30 വർഷം ഈ പഞ്ചായത്തിലും ഗ്രാമസഭയിലും ഒക്കെ ഉണ്ടായിരുന്നിട്ടും നടക്കാത്ത കാര്യങ്ങൾ ഇന്ന് ഈ ഗ്രാമസഭയിൽ നടക്കുകയാണ്. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന മഹനീയമായ ഒരു ചടങ്ങ്. പ്രമോദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി സ്ഥാപനങ്ങളും വ്യക്തികളും സംഘടനകളും ഒക്കെ അവരെ അനുമോദിച്ചെങ്കിലും അവരുടെ തൊട്ടടുത്ത് അവരുടെ മാതാപിതാക്കളുടെ മുൻപിൽ വെച്ച് അവരുടെ അയൽവാസികളുടെ മുമ്പിൽ വെച്ച് ഗ്രാമസഭയിൽ പങ്കെടുത്ത് അവർക്കൊരു ആദരവ് പിടിച്ചു വാങ്ങാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമായി ഞാൻ കാണുന്നു. കാരണം അവർക്ക് ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഇതുപോലെയുള്ള ആദരവ് നൽകുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ 18 വയസ്സുള്ള വോട്ടവകാശമുള്ളവർക്ക് ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. അവരെ മുന്നോട്ടുള്ള ഉന്നത പഠനത്തിൽ ഗ്രാമസഭയുടെ പ്രശസ്തിയെക്കുറിച്ചും ഗ്രാമസഭയെക്കുറിച്ചും ഒക്കെ പല ഇന്റർവ്യൂവിലും PSC എക്സാമിനേഷനിലുമൊക്കെ ചോദ്യങ്ങളുണ്ടാകും. അന്നേരം അത് ഈ ഗ്രാമസഭ അവർക്കൊരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരെ പ്രത്യേകം അനുമോദിക്കുന്നു. അവർക്ക് മൊമെന്റോ നൽകുന്നതിന് വേണ്ടി തയ്യാറായ ഈ ഗ്രാമസഭ വാർഡ് കമ്മിറ്റിയെയും പ്രിയപ്പെട്ട പ്രമോദ് കുര്യാക്കോസിനെയും ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. കാർഷിക മേഖലയിൽ അക്ഷീണം പണിയെടുക്കുന്ന മകൾ വ്യക്തിത്വങ്ങളെ അനുമോദിക്കാൻ ഈ ചടങ്ങ് ഉതകുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള അവസരം കൂടി പ്രിയപ്പെട്ട മെമ്പറും ഗ്രാമസഭാ സംഘാടക സമിതിയും തയ്യാറാക്കിയിട്ടുണ്ട്. ആ കർഷകരെ പ്രത്യേകം അനുമോദിക്കുന്നു. ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നവരെ വളരെ ചുരുങ്ങി വരികയാണ്. ഞാനൊരു ക്ഷീരകർഷകൻ കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും 5-8 പശുവിനെ ദിവസവും കറക്കുന്നുണ്ട്. ഒരു മൃഗശാല തന്നെ വീട്ടിലുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ളതാണ് നമ്മുടെ പരിയാരം വെറ്റിനറി പോളിക്ലിനിക്ക്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത കാലത്ത് നമ്മുടെ അവിടുത്തെ സംവിധാനങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറ്റാനുണ്ടായ ഒരു ശ്രമം നടന്നപ്പോൾ ശക്തമായ എതിർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ക്ഷീരകർഷകരുടെയും ഭാഗത്തു നിന്നുണ്ടാക്കിക്കൊണ്ട് അതിനെതിരെ 2-3 പ്രാവശ്യം ഈ പരിയാരം പോളിക്ലിനിക്കിന് മുമ്പിൽ ധർണാസമരം നടത്തിയാണ് ആ ഉദ്യമത്തിൽ നിന്നും മാറ്റാനുള്ള അവസരമുണ്ടാക്കിയത്. ഇന്ന് ആദരിക്കപ്പെടുന്ന ബഹുമാനിയായ ക്ഷീരകർഷക ആ മകൾ വ്യക്തിത്വത്തെ പ്രത്യേകം അനുമോദിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സമ്പൽ സമൃദ്ധമായ ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന ഈ വാർഡിലെ ഓരോ വ്യക്തിത്വങ്ങളെയും പ്രത്യേകം അനുമോദിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അലഞ്ചേരി കുര്യച്ചായന്റെ ഭാര്യ സഹധർമ്മിണി ഈ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട പ്രമോദ് കുര്യാക്കോസിന്റെ സേവനം അടുത്ത പഞ്ചായത്ത് വർഷത്തിലും ഉണ്ടാകണം. ഏതെങ്കിലും വാർഡിൽ നിന്നോ ബ്ലോക്കിൽ നിന്നോ അദ്ദേഹം മത്സരിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തെ പ്രശംസിക്കേണ്ട വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പിന്മാറരുത്, തുടർന്നും മത്സരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ ബഹുമാനായ അനിൽ കെ പോൾ, ആദരണീയരായ ജനപ്രതിനിധികൾ, ശ്രീ പ്രമോദ്, ശ്രീ നെബു സാർ,
ശ്രീ സാബു പുതുപ്പറമ്പിൽ, ശ്രീമതി ശാന്തമ്മ മാഡം, സാർ, പ്രിയമുള്ളവരെ, എന്നോടിന്ന് കുഞ്ഞുങ്ങൾക്ക് ആശംസകൾ അറിയിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളോട് 2 വാക്ക് പറയുന്നു. 10ലും 12ലും ഒക്കെ ഉന്നതമായ വിജയം നേടിയ കുഞ്ഞുങ്ങൾ, അതിലെ പകുതിയിലധികം പേരെ ഞാൻ കണ്ടു. പകുതിയിലധികം പേരെ എനിക്ക് നേരിട്ട് അറിയാവുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ്. എല്ലാവരും ഹാർദവമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കുഞ്ഞൊരു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം, സമയം നീട്ടുന്നില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ ഉന്നതമായ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരുന്നു. അന്ന് എന്നോട് ഞങ്ങൾ അങ്ങനെ വിജയിച്ച കുറച്ചു പേർക്ക് ഞങ്ങളുടെ അധ്യാപകനായിരുന്ന ഒരു സക്രിയ സാർ പറഞ്ഞൊരു കുഞ്ഞു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഒരപ്പന് ഈ 12ാം ക്ലാസ് കഴിഞ്ഞ് വിജയിക്കുന്ന, അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു, പ്രീ ഡിഗ്രി കഴിഞ്ഞ് വിജയിച്ച മകനെ യാത്രയൊക്കെയാണ്, ട്രെയിനിൽ കയറ്റി വിടുക. ട്രെയിനിൽ കയറ്റി വിടുന്നതായ സമയത്ത് ഒത്തിരി പേര് ട്രെയിനിൽ ഇരിപ്പുണ്ട്. ഈ മകനെ നോക്കി അപ്പൻ പുറത്തു വന്നിങ്ങനെ ടാറ്റ കൊടുത്തിട്ട് പറഞ്ഞു, കീപ് യുവർ വാച്ച്, നിന്റെ വാച്ച് സൂക്ഷിച്ചോണം പറഞ്ഞു. അത് കഴിഞ്ഞ് ട്രെയിൻ വിട്ട് കഴിഞ്ഞ് ആളുകൾ നോക്കുമ്പോൾ അവന്റെ കയ്യിൽ അങ്ങനെ പ്രധാനപ്പെട്ട വലിയ പ്രത്യേകതയൊന്നുമില്ല, ഒരു സാധാരണ വാച്ചാണ്. അപ്പൊ കുഞ്ഞിനോട് ചോദിച്ചു, മകനെ എന്തുകൊണ്ടാണ് നിന്റെ അപ്പന് നിന്നോട് നിന്റെ വാച്ച് സൂക്ഷിക്കണം, അല്ലെ കീപ് യുവർ വാച്ച് എന്ന് പറഞ്ഞെന്ന് ചോദിച്ചപ്പോ അവനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ ഞാനൊന്ന് ഓടിച്ചു പറയട്ടെ. വാച്ച്, WATCH, W വേർഡ്, അല്ലെ വാക്കിന്റെ ആദ്യത്തെ അർത്ഥമാണ്. നിങ്ങൾ നാളെ ഫീൽഡിലോട്ട് ഇറങ്ങുക, 10ഉം 12ഉം കഴിഞ്ഞു, നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ച ഒരു പ്രൊട്ടക്ഷൻ ഇനി വീട്ടിൽ നിന്ന് കിട്ടത്തില്ല. 12ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ബാംഗ്ലൂരായിരിക്കും പഠിക്കാൻ പോകുന്നത്, എറണാകുളത്താവും പഠിക്കാൻ പോകുന്നത്. അവിടെ എന്താ സംഭവിക്കുന്ന അറിയില്ല, അവിടെ ആരും നിങ്ങളെ നിയന്ത്രിക്കാനുണ്ടാവില്ല. അപ്പൊ ഒന്നാമത് ശ്രദ്ധിക്കുക, കീപ് യുവർ വേർഡ്സ്, നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. കാരണം നല്ല വാക്കുകളായിരിക്കണം. പുതുപ്പള്ളിക്കാരനാണ്, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും അറിയും നിങ്ങൾ എവിടുത്തുകാരാണെന്നറിയും. നിങ്ങളുടെ വാക്കുകളാൽ മറ്റുള്ളവരോട് ബഹളം വെച്ച് ആ രീതിയിലായിട്ട് അങ്ങനെ ഒരു മോശം ഉണ്ടാവാൻ ഇടയാവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 2ാമത്തെ അക്ഷരം A ആണ്. A, ആക്ഷൻ. WA, കീപ് യുവർ ആക്ഷൻ. നിങ്ങളുടെ പ്രവർത്തികൾ വാക്കുപോലെ പ്രധാനമാണ്. നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഞാൻ ഇന്ന വീട്ടിൽ നിന്ന് ജനിച്ച ഒരാളാണ്, എന്നെ വളർത്തിക്കൊണ്ട് വന്നതാണ്, എന്റെ അപ്പനെയും അമ്മയും ഒക്കെ ഇങ്ങനെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ട് വന്നതാണ്. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ വന്നു, അല്ലെ MBBS പഠിക്കാൻ വന്നു, ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയി വിദേശത്താണ്. പക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഓർത്തോണം. ഞാൻ ഇന്ന വീട്ടിലെ കുഞ്ഞാണ്, ഞാൻ പുതുപ്പള്ളിക്കാരനാണ്, കൈതപ്പാലംകാരനാണ്, ഇതൊക്കെ നിങ്ങൾ ഓർത്തോണം. അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകല്ലേ, എവിടെ ചെന്നാലും അത് മറന്നുപോകല്ല. 3ാമത്തെ വാക്ക് WAT, തോട്ട്. ഈ വാക്കും പ്രവൃത്തിയും പോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് നമ്മുടെ ആ ചിന്ത. വാക്ക്, പ്രവൃത്തി, ചിന്ത, ഇത് 3 കാര്യങ്ങളും ഓർക്കണം. നമ്മൾ ചിന്തിക്കുന്ന പോലെയാ കാര്യങ്ങൾ. അറിയാമല്ലോ, നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ കിട്ടി, നമ്മൾ അതിനകത്ത് ഏറ്റവും ഉപകാരപ്രദമായ കാര്യം മൊബൈൽ ഫോൺ. നല്ല കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത്രയും ഉപകാരമുള്ളൊരു സാധനം ഇല്ല. മോശം കാര്യങ്ങളാ നോക്കുന്നെങ്കിൽ ഇത്രയും ഉപദ്രവകരമായ ഒരു സാധനമില്ല. അപ്പൊ നിങ്ങളുടെ ചിന്തകളാണ് ഏറ്റവും പ്രധാനം. അത് പോസിറ്റീവ് ആവണം, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. എപ്പോഴും പോസിറ്റീവായ ചിന്തകളാൽ നിങ്ങളുടെ മനസ്സിനെ അങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ എവിടെ പോയാലും അത് ഓർക്കുക. 4ാമത്തെ വാക്ക് WATC. C എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ, സ്വഭാവം. ഇതെല്ലാം കൂടെ രൂപം കൊണ്ടതാണ്. ഈ വാക്കും പ്രവൃത്തിയും ചിന്തയും എല്ലാം കൂടെ രൂപം കൊണ്ടതാണ് സ്വഭാവം. അതിനെക്കുറിച്ച് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. 5ാമത്തെ വാക്ക് H, ഹെൽത്ത് എന്നതാണ്. കീപ് യുവർ ഹെൽത്ത്. ഓർക്കണം, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വൈകുന്നേരം സ്കൂള് വിട്ട് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കളിക്കുമായിരുന്നു. ഇപ്പൊ എന്റെ ഏറ്റവും കളികൾ തൊട്ടടുത്ത് ഞങ്ങളുടെ അടുത്ത പറമ്പില് ഞാനും ഈ പ്രമോദും ഈ ഷിബും ഞങ്ങളെല്ലാവരും അവിടെ സ്ഥിരം കളിച്ചോണ്ടിരുന്ന ആളുകൾ. അന്ന് 4 മണിക്ക് സ്കൂള് വിട്ട് കഴിഞ്ഞാല് കളിയാണ് ആദ്യം. അപ്പൊ ആ ഒരു ഹെൽത്ത് സൂക്ഷിക്കണമെങ്കിൽ കുറച്ച് എക്സസൈസ് ചെയ്യണം, കുറച്ച് കളിക്കണം. അത് നിങ്ങൾ എവിടെ പോയാലും വിട്ടുപോലെ. കാരണം ബാക്കി എല്ലാം നന്നായാലും ആരോഗ്യം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുള്ളൂ. 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കീപ് യുവർ വാച്ച് എന്ന് പറഞ്ഞത് പിന്നെ വാക്കുകളെ ശ്രദ്ധിക്കുക, പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുക, ചിന്തയിൽ ശ്രദ്ധിക്കുക, അതേപോലെ നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ ശ്രദ്ധിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക. നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. 10ലും 12ലും ഉന്നത വിജയം നേടിയവരെല്ലാവരും നാളെ ഇതിൽ ഒരാൾ പോലും ഒരു മോശക്കാരനായിട്ട് കേൾക്കാൻ ഇടവരരുത്. എല്ലാവരും ജീവിതത്തിൽ ഉന്നത വിജയം നേടുന്നവരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അതോടൊപ്പം ആ കുട്ടികളോടും ഇവിടെ വന്നിട്ടുള്ള മറ്റ് കുട്ടികളോടുമായിട്ട് പറയുവാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന വഴികളിൽ ഇവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതുപോലെ തന്നെ അപകടങ്ങൾ മാത്രമാണ് പറ്റിയിരിക്കുന്നത്. അവിടെയൊന്നും നമുക്ക് പ്രോത്സാഹജനമായിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല കൂടുതൽ കിട്ടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് സമൂഹം നേരിടുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ച് തന്നെയാണ്. കാരണം ഇന്ന് യുവത്വങ്ങളെയെല്ലാം അവരുടെ മനസ്സിനെയും ശരീരത്തെയെല്ലാം മരവിപ്പിക്കുന്ന ലഹരിയുടെ അതിപ്രസരം
ഉപയോഗം എത്ര നല്ല സ്വഭാവ ഗുണങ്ങളോടുകൂടി ജീവിച്ചാലും സഹപ്രവർത്തകരിൽ നിന്നും സഹപാഠികളിൽ നിന്നുമൊക്കെ ആ ദുരന്തത്തിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടു പോകാനുള്ള നിഗൂഢ ശ്രമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ദൈനംദിനം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും TV-കളിലൂടെയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം അപകടങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കാനുള്ള നിതാന്ത ജാഗ്രത നിങ്ങൾ പുലർത്തണമെന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. കാരണം പണ്ട് നമുക്കറിയാം, മദ്യപിച്ചിട്ടോ പുകവലിച്ചിട്ടോ ഒരു കുട്ടി വീട്ടിൽ വന്നാൽ അത് തിരിച്ചറിയുവാൻ മാതാപിതാക്കൾക്കോ അവരുടെ സഹോദരങ്ങൾക്കോ അറിയാം. കാരണം തൊട്ടടുത്ത് വരുമ്പോൾ തന്നെ അതിന്റെ മണം നമുക്കടിക്കും. പക്ഷേ ഇന്ന് കുട്ടികളെ അവരുടെ ജീവിതം ദുരന്തമാക്കുന്ന അത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ തിരിച്ചറിയുവാൻ കഴിയില്ല. കഴിക്കുന്ന കുട്ടിക്ക് പോലും ഞാൻ എൻ്റെ സഹപാഠി അല്ലെ എൻ്റെ കൂട്ടുകാരൻ തന്ന ലഹരി വസ്തു തിരിച്ചറിയുവാൻ കഴിയില്ല. ഒരു ചോക്ലേറ്റ് ആയിരിക്കാം, അല്ലെ ഏതെങ്കിലും പൊടി രൂപത്തിലുള്ള വസ്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ദ്രവരൂപത്തിലുള്ള വസ്തുക്കളായിരിക്കാം. പക്ഷേ ഇതൊന്നും അതിൻ്റെ രുചി കൊണ്ടോ മണം കൊണ്ടോ ഒന്നും തിരിച്ചറിയുവാൻ കഴിയാത്ത രീതിയിലുള്ള അതിമാരകമായ അപകടങ്ങൾ, ഒരു ഭാവിയെ തകർക്കുവാൻ കഴിയുന്ന, ദുരന്തമുണ്ടാക്കുവാൻ കഴിയുന്ന വിഷയങ്ങൾ തന്നെയായിരിക്കും അതെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഇന്ന് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വ്യാപനവും എന്ന് പറയുന്നത്. അത് നമ്മുടെ യുവാക്കളെയാണ്, വിദ്യാർത്ഥികളെയാണ്, അവരുടെ ഭാവി ജീവിതത്തെയാണ് ബാധിക്കുന്നത്. ആ രംഗത്ത് നിങ്ങൾ നിതാന്ത ജാഗ്രത പാലിക്കണം. എത്ര സൗഹൃദത്തിന്റെ പേരിലായിരുന്നാലും ശരി, അത്തരം അവസരങ്ങളെയെല്ലാം ഉപേക്ഷിക്കുവാനുള്ള ദൃഢ മനസ്സോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിനുള്ള കരുതൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ അനുസാർ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുക, മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇത്രയും ചിന്തിച്ചു കഴിയുമ്പോൾ ഇത്തരം അപകടങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടുവാൻ കഴിയുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടും, അതോടൊപ്പം ഈ കഴിഞ്ഞ 4 വർഷക്കാലം അല്ലെങ്കിൽ 5 വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മെമ്പറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രമോദ് കുര്യാക്കോസ്, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കുവാനും കഴിയില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരുപക്ഷെങ്കിൽ നമ്മുടെ സമൂഹത്തിന് കൂടുതലായിട്ട് ബോധ്യമുണ്ടാകാനിടയില്ല. ഈ വാർഡിലെ എന്നല്ല, ഏതൊരു കുടുംബത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ ബന്ധവും പരിചയമുള്ള ഏതൊരു കുടുംബത്തിലും, സാധാരണക്കാരായ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഏത് ജീവിത പ്രതിസന്ധികളെയും, രോഗാവസ്ഥ ആയിക്കട്ടെ, സാമ്പത്തിക പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, മരണമാകട്ടെ, എന്ത് വന്നുപെട്ടാലും ആ കുടുംബങ്ങളെയൊക്കെ മറ്റൊരാളും അറിയാതെ സഹായിക്കുന്ന, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ ശരി, അല്ലെങ്കിൽ സൗഹൃദ വലയത്തിൽ നിന്നാണെങ്കിൽ ശരി, അവിടെ നിന്നൊക്കെ ഫണ്ട് ശേഖരിച്ച് അത്തരം കുടുംബങ്ങളെ സഹായിച്ചിട്ടുള്ള ഒട്ടനവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വലിയ, അദ്ദേഹം സാധാരണക്കാരെ ആളുകളോട് കാണിച്ചിട്ടുള്ള ആ കരുതലിനെ ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല. അതൊക്കെ ചെയ്യുമ്പോഴും ഞങ്ങൾ തമ്മിൽ ഒരു ആശയവിനിമയം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പൊതുവേദിയിൽ വെച്ച് തുറന്ന് അദ്ദേഹത്തെ അനുമോദിക്കുവാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുവാനും തയ്യാറാകുന്നത്. അത് ഒരു പക്ഷെങ്കിൽ നമുക്ക് രാഷ്ട്രീയ രംഗത്തോ പൊതുപ്രവർത്തന രംഗത്തോ ഒന്നും അത്തരം ഒരു നിസ്വാർത്ഥമായ സേവനം ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുവാൻ കഴിയില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇരുചെവി അറിയരുത് എന്നുള്ളതല്ല, 10 ചെവി കൂടുതലായിട്ട് അറിയണം എന്നുള്ള വ്യഗ്രതയോടുകൂടി ചെയ്യുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിലുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ മെമ്പറെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതൊന്നും പുറംലോകം അറിയേണ്ട കാര്യങ്ങളല്ല. അത് ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തോടു കൂടി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണ ബോധ്യമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഈ രംഗത്ത് അനുമോദിക്കാൻ തയ്യാറാകുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിന്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള അശ്രാന്ത പരിശ്രമങ്ങൾ, അതും നമുക്ക് ഈ സമയത്തിൽ ഓർമ്മിക്കാതിരിക്കാൻ കഴിയത്തില്ല. അദ്ദേഹത്തെ പോലുള്ള പൊതുപ്രവർത്തകർ ഇനിയും ഈ സമൂഹത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. അത് ഈ സമൂഹത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സാബു പുതുപ്പറമ്പിൽ പറഞ്ഞതുപോലെ അദ്ദേഹം നമുക്കറിയാം ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനാണ്, നേതാവാണ്. പക്ഷേ എങ്കിൽ പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് കൂടെ നിൽക്കുന്ന തന്റെ സഹപ്രവർത്തന സുഹൃത്തിനെ വീണ്ടും താങ്കൾ മത്സരരംഗത്തുണ്ടാകണം, പൊതുരംഗത്തുണ്ടാവണം എന്ന് മാത്രമല്ല, ജയിച്ചു വന്ന് ഇത് നമ്മുടെ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്കിലാണെങ്കിലും ഒക്കെ നേതൃത്വപരമായി പങ്കുവഹിക്കുവാനും സേവനം ചെയ്യുവാനും തയ്യാറാകണമെന്ന് പറയുന്ന ആ മഹാമനസ്കത, അത് പ്രമോദ് കുര്യാക്കോസിന്റെ
പറഞ്ഞ കാര്യത്തിൽ 100% ശരിയാണ് സാബു പുതുപ്പറമ്പിലിന്റെ വിലയിരുത്തലെന്ന് അനുസ്മരിച്ചുകൊണ്ടും അതോടൊപ്പം ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ ആളുകളോടും നല്ലൊരു ഗ്രാമസഭ ഈ അവസാന കാലഘട്ടങ്ങളിലൊക്കെ നടന്ന ഗ്രാമസഭകളെ കുറിച്ചൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അവിടെയൊക്കെ 10, 12, 15, 20, 25 കൂടുതലൊന്നും ആളുകൾ ഈ അടുത്ത കാലത്ത് കൂടിയിട്ടില്ല. പ്രത്യേകിച്ച് കാലാവസ്ഥ പ്രതികൂലമായിട്ട് ഒരു കാലഘട്ടമാണിത്. പക്ഷെ അതൊന്നും വകവെൽക്കാതെ ഈ 12ാം വാർഡിലെ ഗ്രാമസഭയിലെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളും ഒരു കുടുംബത്തിൽ ഒരാൾ എന്നുള്ള നിലയിൽ പരിഗണിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ആളുകളെയും അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമുക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയങ്കരനായ കുട്ടികളെ അനുമോദിക്കുന്ന അവർക്കുള്ള മെമന്റോകൾ വിതരണമാണ്. അതിനായി ബഹുമാന്യനായ നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട നെബു ജോണിനെ ക്ഷണിക്കുകയാണ്. അവരുടെ പേരുകൾ ബഹുമാനപ്പെട്ട ഹരീഷ് സാർ വായിക്കുന്നു. പേര് വായിക്കുന്നവരും മുന്നോട്ട് കടന്നു. പേര് വായിക്കുന്ന ആൾക്കാർ മുന്നോട്ട് വരണം. ആദ്യമായിട്ട് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ അഭിനവ സ്മനു കുര്യൻ. അടുത്തതായിട്ട് സാഗർ സതീഷ് 95% മാർക്ക് നേടി SSLC പരീക്ഷ പാസ്സായ ആളാണ്. സാഗർ സതീഷ്. അടുത്തത് മിഥില കിഷോർ, ചേരാമ്പേരി, +2 ഫുൾ A+ കിട്ടിയതാണ്. മിഥില കിഷോർ. അടുത്തത് ദേവിക പ്രസാദ്, ബിടെക്കിന് ഉയർന്ന വിജയം നേടിയ ആളാണ്. ദേവിക പ്രസാദ്. അടുത്തത് റോഷൻ വർഗീസ് ജിനോ, 96% വിജയത്തോടുകൂടി 10ാം ക്ലാസ് പാസ്സായി. 96% മാർക്ക് നേടി 10ാം ക്ലാസ് പാസ്സായി. അടുത്തത് അർജുൻ രജുകുമാർ, 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയത്. കാര്യവണ്ടിൽ അർജുൻ രജുകുമാർ, കാര്യവണ്ടി. അടുത്തത് മേഘ മനോജ്, +2 ഉന്നത വിജയം നേടിയത്. അടുത്തത് ആഷിഖ് സി റൂബി, SSLCക്ക് ഉന്നത വിജയം നേടിയത്. അടുത്തത് ഐറിൻ ആർ ബിജു, 10ാം ക്ലാസ് ഉന്നത വിജയം. CBSE 93%. CBSE ഗ്രേഡ് അല്ല, മാർക്കാണ്. അടുത്തത് ലക്ഷ്മി അനിൽ, SSLCക്ക് ഉന്നത വിജയം. അടുത്തത് അമൃത ബിനു, +2 ഫുൾ A+. നവോദയ സ്കൂളിലാണ്.
നമ്മുടെ ഈ വാർഡിലെ ആശാ വർക്കറുടെ മോളാണ്. ആശാ വർക്കർ രമയുടെ മോളാണ്. അടുത്തത് അബിൻ യോഗന്നാൻ കോര, +2 ഫുൾ A+. ജന്മഭൂമി ഉദ്യോഗസ്ഥന്റെ മകനാണ്, ഫുൾ A+. ആൽബിൻ പി ജേക്കബ്, കാരാൻ, ഫുൾ A+, SSLC പരീക്ഷ. കുട്ടിക്ക് പകരം അമ്മയാണെന്ന് കമന്റോ പറഞ്ഞത്. അടുത്തത് നമ്മുടെ പൊന്നാട് എണീക്കിലാണ്, ഹരിതകർമ്മ സേനാംഗം. പേര് രാജമ്മ ഗോപാലൻ, സൂര്യ ശരത്. രാജമ്മ ഗോപാലൻ, സൂര്യ ശരത്. അടുത്തത് തൊഴിലുറപ്പ് മേറ്റ് ആശാ പ്രസാദ്. ആശാ പ്രസാദ് തൊഴിലുറപ്പ്. അടുത്തത് ഈ വാർഡിലെ ആശാ വർക്കർ രമ ബിനു. അടുത്ത ഈ വാർഡിലെ ഏറ്റവും നല്ല കൃഷിക്കാരൻ ശ്രീ സലി കോട്ടപ്പുറം. ഏറ്റവും നല്ല കൃഷിക്കാരൻ ശ്രീ സലി കോട്ടപ്പുറം. അടുത്തത് നമ്മുടെ ഈ വാർഡിലെ ഏറ്റവും നല്ല ക്ഷീര കർഷക ഗിരിജ മലകുന്നം. എല്ലാ പുരസ്കാരം നേടിയ എല്ലാവർക്കും പുരസ്കാരം ലഭ്യമായി കഴിഞ്ഞു. കേര കർഷകർക്ക് വളമുണ്ട്. കേര കർഷകർക്ക് മരുന്ന് അടിക്കുന്നുണ്ട്. ചെമ്പൻ ജില്ലയിൽ ഇതിനെ പ്രതിരോധ മരുന്ന് അടിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പട്ടികജാതിക്കാർക്കുള്ള വീട് മെയിൻ്റനൻസ് ഉണ്ട്. ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി ഉണ്ട്. അതോടൊപ്പം തന്നെ ജനറലായിട്ട് വീട് മെയിൻ്റനൻസ് 4 പേർക്കുള്ളൂ. പിന്നെ പോത്തുകുട്ടി, ആട്ടിൻകുട്ടി, പശു വളർത്തലുകാർക്ക് പോത്തുകുട്ടിയെ പകുതി കളിക്കുന്ന